നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിന് കിരീടം ചൂടുമ്പോൾ തുടർച്ചയായ 38 മത്സരങ്ങൾ അൺബീറ്റണായി ഒരു റെക്കോർഡ് അവരിട്ടു. ലോങ്ങസ്റ്റ് അൺബീറ്റൺ സ്ട്രീക്ക് ഇൻ മെൻസ് ഫുട്ബോൾ ഹിസ്റ്ററി. അതേപോലെ ഒരു ചരിത്രം ഇതാ സ്പെയിനിൻ്റെ ക്രിക്കറ്റ് ടീമും കുറിച്ചിരിക്കുന്നു. ലോങ്ങസ്റ്റ് അൺബീറ്റൺ സ്ട്രീക്ക് ഇൻ മെൻസ് ക്രിക്കറ്റ് ഹിസ്റ്ററി. സ്പെയിനിൻ്റെ പേരിൽ സാക്ഷാൽ ഓസ്ട്രേലിയയുടെ റെക്കോർഡ് അവർ തിരുത്തിക്കുറിച്ചു. 27 മത്സരങ്ങളാണ് ഇപ്പോൾ സ്പെയിൻ അൺബീറ്റണായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം T20 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബൾഗേറിയക്കെതിരെ 9 വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം നേടിയതോടുകൂടിയാണ് ഈ ഒരു റെക്കോർഡിലേക്ക് അവരെത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ആ കണക്കുകളൊന്ന് നോക്കിയാൽ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡിൽ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയാണ്. 25 മത്സരങ്ങൾ അവർ 1946 മുതൽ 1951 വരെയുള്ള കാലഘട്ടത്തിൽ അൺബീറ്റണായിരുന്നു. അതുപോലെ തന്നെ 24 മത്സരങ്ങൾ 2009 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലും ഓസ്ട്രേലിയ അൺബീറ്റണായിരുന്നു. ഈ റെക്കോർഡുകളാണിപ്പോൾ മറികടന്ന് സ്പെയിൻ 27 മത്സരങ്ങളുടെ അൺബീറ്റൺ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത്. ഇന്നലത്തെ സ്പെയിനിൻ്റെ വിജയം ഇനി അവർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇപ്പം യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ T20 വേൾഡ് കപ്പ് ക്വാളിഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ICC മെൻസ് T20 വേൾഡ് കപ്പ് സബ് റീജിയണൽ യൂറോപ്പ് ക്വാളിഫയർ 2026 നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് ഇന്നലത്തെ സ്പെയിനിൻ്റെ വിജയം സംഭവിച്ചിരിക്കുന്നത്. നിലവിലെ ഒരവസ്ഥയിൽ സ്പെയിന് കളിച്ച കളികളൊക്കെ വിജയിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പോഴാണ് ഫൈനലിൽ അവരുടെ എതിരാളി ആരായിരിക്കും, അത് ഇനിയിപ്പോൾ പോർച്ചുഗലാകുമോ ജർമ്മനിയാകുമോ കണ്ടറിയാം. സ്പെയിനിൽ കളിച്ച കളി 4 വിജയിച്ച് 8 പോയിൻറ്റോടെയാണ് അവരുടെ ഗ്രൂപ്പിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ കഴിയട്ടെ, നമുക്ക് ഫൈനലിൽ ആരായിരിക്കും എന്നുള്ളതൊരു വ്യക്തത വരും. പോർച്ചുഗൽ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 200-ന് മുകളിലുള്ള സ്കോർ അവർ അടിച്ചിട്ടുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.